ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നോർമൽ യൂസേജിലുള്ള ഏതാനും ഡെയിലി യൂസ് സെൻറ്റൻസുകളാണ് നമ്മുടെ ഇന്നത്തെ ലെസൺ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരം കളയാതെ നേരെ ലെസണിലേക്ക് പോയാലോ. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ്, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഡ്രിങ്ക് ഇനഫ് വാട്ടർ. ഡ്രിങ്ക് ഇനഫ് വാട്ടർ. ഇനഫ് മീൻസ് മതിയായ എന്ന് വെച്ചാൽ മതിയായ അളവിൽ, ആവശ്യത്തിന്. ഓക്കെ, ഡ്രിങ്ക് ഇനഫ് വാട്ടർ. ഡ്രിങ്ക് ഇനഫ് വാട്ടർ. അതുപോരാ. അതുപോരാ, എനിക്ക് കുറച്ചുകൂടി വേണം. അതുപോരാ എന്നതിന് ദാറ്റ്സ് നോട്ട് ഇനഫ്. ദാറ്റ്സ് നോട്ട് ഇനഫ്. അതുപോരാ, എനിക്ക് കുറച്ചുകൂടി വേണം. ഐ വാണ്ട് സം മോർ. ഐ വാണ്ട് സം മോർ. എനിക്ക് കുറച്ചുകൂടി വേണം. ഐ വാണ്ട് സം മോർ. ഒന്നിച്ച് പറയാൻ വേണമെങ്കിൽ അതുപോരാ, എനിക്ക് കുറച്ചുകൂടി വേണം. ദാറ്റ്സ് നോട്ട് ഇനഫ്. ഐ വാണ്ട് സം മോർ. ഓക്കെ, ദ നെക്സ്റ്റ് സെൻറ്റൻസ്, എനിക്ക് ചെറു ചൂടുള്ള വെള്ളം മതി. എനിക്ക് ചെറിയ ചൂടുള്ള വെള്ളം മതി. I want just lukewarm water. I want just lukewarm water. ചൂടുള്ള വെള്ളം മതി എന്നാണ് പറയുന്നത്. അതിനാണ് അവിടെ ജസ്റ്റ് യൂസ് ചെയ്തത്. ഐ വാണ്ട് ജസ്റ്റ്. ഇനി എനിക്ക് ചൂടുള്ള വെള്ളം വേണം എന്ന് പറയാനാണെങ്കിൽ എങ്ങനെയാണ് പറയുക? അവിടെ ജസ്റ്റിൻ്റെ ആവശ്യമില്ല. ഐ വാണ്ട് ല്യൂക്ക്വാം വാട്ടർ എന്ന് പറഞ്ഞാൽ മതിയാവും. ഐ വാണ്ട് ല്യൂക്ക്വാം വാട്ടർ. ല്യൂക്ക്വാം എന്ന് പറഞ്ഞാൽ ചൂടുമല്ല എന്നാൽ തണുപ്പുമല്ല, ആ ഒരു ലെവലിലുള്ള ഇതിനെയാണ് ല്യൂക്ക്വാം എന്ന് പറയുന്നത്, ചെറു ചൂട്. ഓക്കെ, ഇതൊരു ഒഴിഞ്ഞ കുപ്പിയാണ്. ഇറ്റ്സ് എൻ എംപ്റ്റി ബോട്ടിൽ. ഒഴിഞ്ഞത്, എംപ്റ്റി, ശൂന്യമായത്. ഇറ്റ്സ് എൻ എംപ്റ്റി ബോട്ടിൽ. ഇത് പുനരുപയോഗിക്കാവുന്നൊരു വാട്ടർ ബോട്ടിലാണ്. ഇതെങ്ങനെയാണ് പറയുക? പുനരുപയോഗിക്കുക, റീയൂസബിൾ. റീയൂസബിൾ. ഇറ്റ്സ് റീയൂസബിൾ വാട്ടർ ബോട്ടിൽ. ഇറ്റ്സ് റീയൂസബിൾ വാട്ടർ ബോട്ടിൽ. വെള്ളം പതുക്കെ കുടിക്കും. വെള്ളം പതുക്കെ കുടിക്കുക. ഡ്രിങ്ക് വാട്ടർ സ്ലോവലി. ഡ്രിങ്ക് വാട്ടർ സ്ലോവലി. സ്ലോവലി, സാവധാനത്തിൽ കുടിക്കുക. ഡ്രിങ്ക് വാട്ടർ സ്ലോവലി. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം കുടിക്കരുത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിനിടയിൽ ഒരുപാട് വെള്ളം കുടിക്കരുത്. ഡോണ്ട് ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. ഡോണ്ട് ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. ധാരാളം വെള്ളം കുടിക്കരുത്. എപ്പോഴാണ്? വൈൽ ഈറ്റിംഗ്. വൈൽ ഈറ്റിംഗ്, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ. വൈൽ എന്ന് പറയുമ്പോൾ ആ ഒരു ടൈം ഡ്യൂറേഷനാണ്, അതിനാണ് വൈൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ന അർത്ഥത്തിൽ. പോയിൻ്റ് ഓഫ് ടൈം പറയുമ്പോൾ നമ്മൾ വെൻ ആണ് യൂസ് ചെയ്യുക. വൈൽ ഈറ്റിംഗ്, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ. ഡോണ്ട് ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ വൈൽ ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കണം എന്ന് പറയാം. ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കണം. അവോയ്ഡ് വാട്ടർ വൈൽ ഈറ്റിംഗ്. അവോയ്ഡ് വാട്ടർ വൈൽ ഈറ്റിംഗ്. അവോയ്ഡ് വാട്ടർ. അവോയ്ഡ് ഡ്രിങ്ക് വാട്ടർ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിവാക്കണം എന്നർത്ഥത്തിൽ. അവോയ്ഡ് വാട്ടർ വൈൽ ഈറ്റിംഗ്. ദെൻ നെക്സ്റ്റ് വൺ, അവൾ അവിടെ എത്തുന്നതിന് മുൻപ് എനിക്കവിടെ എത്തണം. ഇവിടെ ആദ്യം പറയേണ്ടത് എന്താണ്? എനിക്കവിടെ എത്തണം എന്നുള്ളതാണ്. എനിക്കവിടെ എത്തണം എന്ന് പറയാൻ ഐ ഹാവ് ടു ഗെറ്റ് ദെയർ. എനിക്കവിടെ എത്തണം. എപ്പോഴാണ്? ബിഫോർ ഷീ ഗെറ്റ്സ് ദെയർ. അവൾ അവിടെ എത്തുന്നതിന് മുൻപ്. ബിഫോർ, മുൻപ്. ബിഫോർ ഷീ ഗെറ്റ്സ്. ഷീ ആണിപ്പോൾ ഗെറ്റ്സ്. ഷീ ഗെറ്റ്സ് ദെയർ. ആൾ അവിടെ എത്തുന്നതിന് മുൻപ് എനിക്കവിടെ എത്തണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണം. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണം. ഐ ഹാവ് ടു ടെൽ യു സംതിങ്. ഐ ഹാവ് ടു ടെൽ യു സംതിങ്. ഐ ഹാവ് ടു ടെൽ യു, എനിക്ക് നിന്നോട് പറയണം. ഐ ഹാവ് ടു ടെൽ യു സംതിങ്, കുറച്ച് കാര്യങ്ങൾ പറയണം. ഐ ഹാവ് ടു ടെൽ യു സംതിങ്. എനിക്ക് നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കാണണം. ഒറ്റയ്ക്ക്. ഇൻ പേഴ്സൺ. ഐ ഹാവ് ടു മീറ്റ് യു ഇൻ പേഴ്സൺ. ഐ ഹാവ് ടു മീറ്റ് യു ഇൻ പേഴ്സൺ. അവൾ എന്നോട് ഒരിക്കലും ഒന്നും പറയാറില്ല. അവൾ എന്നോട് ഒരിക്കലും ഒന്നും പറയാറില്ല. ഷീ നെവർ ടെൽസ് മീ എനിത്തിങ്. നെവർ ടെൽസ് മീ എനിത്തിങ്. ഒരിക്കലും എന്നോടൊന്നും പറയാറില്ല. അവൾ എന്ന് പറയുമ്പോൾ ഷീ ചേർത്ത് ഷീ നെവർ ടെൽസ് മീ എനിത്തിങ്. അവൾ എന്താണ് പറഞ്ഞതെന്ന് അവൾ തന്നെ മറന്നുപോയി. അവൾ എന്താണ് പറഞ്ഞതെന്ന് അവൾ തന്നെ മറന്നുപോയി. ഷീ ഹെർസെൽഫ് ഫോർഗെറ്റ് വാട്ട് ഷീ സെറ്റ്. ഷീ ഹെർസെൽഫ് ഫോർഗെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ സ്വയം, അവൾ തന്നെ മറന്നുപോയി. എന്താണ് മറന്നത്? വാട്ട് ഷീ സെറ്റ്. അവൾ പറഞ്ഞത്. വാട്ട് ഷീ സെറ്റ്. ഞാൻ എൻ്റെ വാച്ച് കെട്ടാൻ മറന്നുപോയി. ഐ ഫോർഗെറ്റ് ടു വിയർ മൈ വാച്ച്. കെട്ടുക, വാച്ച് കെട്ടുക എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ വെയർ, ധരിക്കുക എന്നാണ് പറയുക. ഐ ഫോർഗെറ്റ് ടു വെയർ മൈ വാച്ച്. ഞാൻ അതെവിടെയാണ് വെച്ചതെന്ന് മറന്നുപോയി. അതെവിടെയാണ് ഞാൻ വെച്ചതെന്ന്
മറന്നുപോയി. ഐ ഫോർഗെറ്റ് വേർ ഐ കെപ്റ്റ് ദാറ്റ്. ഐ ഫോർഗെറ്റ് വേർ ഐ കെപ്റ്റ് ദാറ്റ്. എവിടെയാണ് അത് വെച്ചതെന്ന് ഞാൻ മറന്നുപോയി. ഐ ഫോർഗെറ്റ് വേർ ഐ കെപ്റ്റ് ദാറ്റ്. ആഴ്ചയിൽ 3 തവണ ഞാൻ അവിടെ പോവാറുണ്ട്. ആഴ്ചയിൽ 3 തവണ ഞാൻ അവിടെ പോവാറുണ്ട്. ഞാനവിടെ പോവാറുണ്ട്. ഐ ഗോ ദെയർ. ഐ ഗോ ദെയർ. എത്ര തവണ? 3 times. 3 times in a week. 3 times in a week. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഫോമിലുള്ള സെൻറ്റൻസ് ആണ്. ഐ ഗോ ദെയർ 3 times in a week. ഐ ഗോ ദെയർ 3 times in a week. എനിക്ക് കുറച്ച് പണം കടം തരുമോ? എനിക്ക് കുറച്ച് പണം കടം തരുമോ? Could you please lend me some money? Could you please lend me some money? Could you please lend me some money? മുൻകൂട്ടി പ്ലാൻ ചെയ്. പ്ലാൻ ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി എന്നതിന് അഡ്വാൻസ്. പ്ലാൻ ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി പ്ലാൻ ചെയ്യ്. പ്ലാൻ ഇൻ അഡ്വാൻസ്. ഇവ രണ്ടും തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറയാൻ ദർ ഇസ് നോട്ട് മച്ച് ഡിഫറൻസ്. ദർ ഇസ് നോട്ട് മച്ച് ഡിഫറൻസ്. അത്ര വലിയ വ്യത്യാസമില്ല. ഇവ രണ്ടും തമ്മിൽ എന്ന് പറയാൻ ബിറ്റ്വീൻ ദീസ് ടു. ഇവ രണ്ടും തമ്മിൽ അത്ര വലിയ വ്യത്യാസമില്ല. എന്നാൽ ഇവ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറയാൻ ഇവ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ദർ ഇസ് ഓൺലി സ്ലൈറ്റ് ഡിഫറൻസ്. ബിറ്റ്വീൻ ദീസ് ടു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെൻറ്റൻസുകൾ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഓരോ വീഡിയോയും കൂടുതൽ റെക്കമെൻഡേഷനിലേക്ക് പോകാനുള്ള ഒരു അവസരം കൂടിയാണ്. ഓക്കെ, സോ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് അബൌട്ട് ദ ലെസൺസ്. അതുപോലെ തന്നെ എല്ലാവർക്കും വിഷ് യു ഓൾ ഹാവ് എ ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ബൈ.